കുമാറിന് ഒരു ആഗ്രഹമുണ്ട്. എന്താ അത്? കല്യാണം അടുത്തെത്തിയില്ലേ, രണ്ടുപേർക്കും തമ്മിൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും സമയം കിട്ടിയില്ലല്ലോ. ഒരു ദിവസം മാളുവിനും കൂട്ടി എവിടെയെങ്കിലും പുറത്തു പോകണമെന്ന് കുമാറിനൊരാഗ്രഹം. ഇങ്ങോട്ട് എന്താ ഇവിടെ ശ്രീകുട്ടാ, പുറത്തുള്ളവരുടെ സംശയം തീർക്കാനാ. ശ്രീകുട്ടാ, ആ ദാ വരണു. ചെവി നോക്കടി, ചെവിയിൽ പൂ പൂ. ഇങ്ങോട്ട് മാറ. എടി, ഞാൻ പറഞ്ഞില്ലായിരുന്നു രണ്ടുപേരും നല്ല ഉറക്കത്തിലായിരിക്കുന്നു. അതെ, രണ്ടുപേരും പെട്ടെന്ന് കുളിച്ച് റെഡിയാവണം. അതെ, നിങ്ങൾ രണ്ടുപേർക്കുമായിട്ട് ഇന്നിവിടെ പ്രത്യേക പൂജയുണ്ട്. പ്രത്യേക പൂജയോ? എന്ത് പൂജ? എടാ അത് ഭരത, അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. പൂ കിട്ടിയിട്ടുണ്ട്. ഓ, നിങ്ങൾ പോയി പൂജയ്ക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യ്. ആയിക്കോട്ടെ, വാടി. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നന്നാവാൻ ഒരു ദാമ്പത്യ ഐശ്വര്യ പൂജ. അമ്മേ, ഇപ്പൊ എന്തിനാ പെട്ടെന്ന് ഇങ്ങനെ ഒരു പൂജ? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്താ പോരായിരുന്നോ? ശ്രീകുട്ട, ദൈവത്തിന്റെ കാര്യങ്ങൾ നീട്ടിവെക്കരുത്. നിങ്ങളുടെ കല്യാണം നടക്കുന്നതിന് മുമ്പേ ഞാൻ നേർന്നതായിരുന്നു ഈ പൂജ. പിന്നെ ഇന്നത്തെ പൂജയിൽ പങ്കെടുക്കാൻ അമൃതമോളുടെ വീട്ടുകാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ അവരെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. മോള് പോയി പെട്ടെന്ന് റെഡിയാവ്. നീയും ചെല്ല്. അമ്മേ, അയ്യോ. എടാ കുമാരേ, ഇതിലിരുന്ന് ഇങ്ങനെ ആടല്ലേ, പഴയ കസേരയാ. കല്യാണം പറഞ്ഞു വെച്ചിട്ട് വെറുതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങള് ജോത്സ്യനെ കണ്ട് മുഹൂർത്തം ഒക്കെ നോക്കിച്ചു. അടുത്ത മാസം നല്ലൊരു മുഹൂർത്തം ഉണ്ട്. ആ ദിവസം തന്നെ കല്യാണം നടത്താന്ന തീരുമാനം. അടുത്ത മാസോ? അത് കുറച്ച് പെട്ടെന്നായി പോയില്ലേ? അതിനെന്താ, കല്യാണം പറഞ്ഞു വെച്ചിട്ട് എത്ര നാളായി? അല്ല, എനിക്ക് വലിയ ധൃതിയൊന്നുമില്ല. അത് അടുത്ത മാസം ആയാലും കുഴപ്പമൊന്നുമില്ല. എല്ലാം മാളു, അവിടെ നിൽക്കാതെ ചായ കൊണ്ട് കൊടുക്ക്. എന്നാലും ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോ അതിന്റെ ചില ഒരുക്കങ്ങളൊക്കെ വേണ്ടേ? അതിനെങ്കിലും കുറച്ച് സമയം. രവിയേട്ടാ, നല്ലൊരു മുഹൂർത്തമാണ് കിട്ടിയത്, അത് കളയണോ? സുധേ, നല്ല മുഹൂർത്തങ്ങൾ ഇനിയും ഇഷ്ടം പോലെ വരും. നമ്മുടെ സൗകര്യം കൂടി ഒന്ന് നോക്കിയിട്ട് അങ്ങനെ ഒരു കല്യാണത്തിന് തീരുമാനിച്ചാ പോരെ? ഒരുക്കങ്ങളെ കുറിച്ചാണെങ്കിൽ രവീന്ദ്രൻ വിഷമിക്കണ്ട. കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അതിപ്പോ പിന്നെ
അല്ല വലിയ ആഘോഷമൊന്നും വേണമെന്നില്ല. ഞാനും അമ്മയും കൂടെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. രവിയേട്ടാ, നല്ലൊരു കാര്യം വെറുതെ എന്തിനാ വൈകിപ്പിക്കുന്നേ? പിന്നെ കുട്ടികളുടെ കല്യാണത്തിന് മുമ്പ് ചെയ്യേണ്ട ഒരു വഴിപാടുണ്ട്. ശ്രീപുരം ശിവപാർവതി ക്ഷേത്രത്തിലെ ഞാൻ നേർന്നതാ. കല്യാണം ഉറപ്പായ രണ്ടുപേരെയും കൊണ്ടുപോയി വഴിപാട് നടത്താന്ന്. ഞാനാ അത് അമ്മയോട് പറഞ്ഞത്. അല്ലെങ്കിൽ അമ്മ പെട്ടെന്ന് മറന്നു പോകും. ചെറിയ മറവിയുണ്ട്. അതൊന്നും ഞാൻ മറക്കൂല. അതിന് ഒരു ദിവസം മാളുവിനെ ഞങ്ങളുടെ കൂടെ വിടണം. ആ അമ്പലത്തിലല്ലേ ശ്രീയേട്ടൻ സ്ഥിരമായിട്ട് പോകുന്നേ? ആ ആഹാ, വഴിപാടിന്റെ കാര്യങ്ങളൊക്കെ ശ്രീയേട്ടനെ അറിയാം. ഞാൻ ശ്രീയേട്ടന്റെ കൂടെ പോയി കഴിച്ചോളാം. അതെ. അല്ല മാളു, അത് നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യേണ്ട വഴിപാടാണ്. ആര്? അച്യുതൻ നമ്പ്യാരുടെ വീട്ടിലെ പുതിയ മരുമോനോ? ആ അതെ. മാളു, കല്യാണം അടുത്തിരിക്കയല്ലേ? ഇനി ആ വീട്ടുകാരുമായിട്ട് ഇത്ര കയറി ഇറങ്ങിയുള്ള അടുപ്പമൊന്നും വേണ്ട കേട്ടോ. അതെന്താ? അച്യുതൻ നമ്പ്യാരെ പറ്റി നാട്ടില് പലതും കേക്കാം, അത്ര തന്നെ. മുത്തശ്ശനെ പറ്റി എന്താ കേട്ടത്? അയ്യോ, ഞാൻ കേട്ടത് പറഞ്ഞെന്നേ ഉള്ളൂ. എന്താ കേട്ടെന്നാ ചോദിച്ചേ. മുത്തശ്ശൻ എന്ത് ചെയ്തു എന്നാ നാട്ടുകാര് പറയുന്നേ? അതൊക്കെ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? നാട്ടിൽ അന്വേഷിച്ചാലും അറിയാം. അമ്മ അത് ആരോ പറഞ്ഞു കേട്ടറിഞ്ഞല്ലേ? ചുമ്മാരി അമ്മ വെറുതെ ചുമ്മാ. ആരെ കുറിച്ച് നാട്ടിൽ എന്ത് കേട്ടാലും അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കണം. അല്ലാതെ വേറൊരു വീട്ടിൽ വന്ന് അപവാദം പറയാൻ പാടില്ല. അയ്യോ, അതാര് ചെയ്താലും തെറ്റാ. മാളു, ചേച്ചി നാട്ടിൽ കേട്ടൊരു കാര്യം പറഞ്ഞതല്ലേ, അതിനെന്തിനാ ഇങ്ങനെ ഒച്ച എടുക്കുന്നേ? മുത്തശ്ശനെ പറ്റി മോശമായിട്ട് പറഞ്ഞാ ഞാൻ കേട്ട് നിക്കണോ? വീട്ടിൽ വരുന്നവരോട് സംസാരിക്കേണ്ട രീതിയാണോ ഇത്? മതി, നീ ട്രേ കൊണ്ട് അകത്തുകൊണ്ട് വെച്ചേ. മാളു, നിന്നോടാ പറഞ്ഞത്. ഡി ചെല്ല്. അവൾക്ക് അച്യുതൻ നമ്പ്യാരോട് വലിയ സ്നേഹമാ ചേച്ചി. അതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യം വന്നതാ. ചേച്ചി കാര്യമാക്കണ്ട. മറ്റേ കാര്യം പറ. അത് സംസാരിക്കുന്നേ. പറയാം. അതെ, കുമാറിന് ഒരു ആഗ്രഹമുണ്ട്. എന്താ അത്? കല്യാണം അടുത്തെത്തിയില്ലേ? രണ്ടുപേർക്കും തമ്മിൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും സമയം കിട്ടിയില്ലല്ലോ. ഒരു ദിവസം മാളുവിനും കൂട്ടി എവിടെയെങ്കിലും പുറത്തു പോകണമെന്ന് കുമാറിനൊരാഗ്രഹം. അത് വേറൊന്നുമില്ലെങ്കിലേ കുറച്ചേരം സംസാരിച്ചോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അതിനെന്താ, പോയിട്ട് വരട്ടെ. കല്യാണത്തിന് മുമ്പ് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കുകയും ചെയ്യാലോ.